ഗാസയിലേക്ക് പരിമിതമായ അളവിൽ മാനുഷിക സഹായം അനുവദിക്കുമെന്ന ഇസ്രായേൽ പ്രഖ്യാപനം. ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് ക്ഷാമത്തെക്കുറിച്ചും ആഗോള വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതോടെയാണ് നടപടി. എന്നാൽ സഹായം എപ്പോഴെന്നോ എങ്ങനെയെന്നോ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം 24 മണിക്കൂറിനുള്ളിൽ കുട്ടികൾ ഉൾപ്പെടെ ഗാസയിൽ 100-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ആയിഷത്തുൽ ഷംന കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, നമുക്കറിയാം, നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത്രത്തോളം ദുരിതപൂർണമായ, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അവസ്ഥയിലൂടെയാണ് ഗാസയിലെ ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് ഇസ്രായേലിന്റെ ഈ പ്രഖ്യാപനം. പക്ഷെ അപ്പോഴും ഇത് എപ്പോൾ മുതൽ എന്നുള്ള വിഷയത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല, അല്ലേ? തീർച്ചയായും ആര്യ, സംഭവം വാർത്ത വരുന്നത് വളരെ ആശ്വാസമാണ്. കാരണം മാനുഷിക സഹായം എത്തിക്കുന്നു. കഴിഞ്ഞ 3 മാസമായി ഗാസയിലേക്കുള്ള ഭക്ഷണം, മരുന്ന്, ഇന്ധനമടക്കം മറ്റ് അവശ്യ വസ്തുക്കളെല്ലാം അതിനൊക്കെ മേലെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ മാനുഷിക സഹായം അല്പമെങ്കിലും എത്തിക്കുമെന്നുള്ള ഇസ്രായേൽ പ്രഖ്യാപനം ആശ്വാസമാണ്. പക്ഷെ നമുക്കറിയാം, നേരത്തെയും ഇതുപോലെ നിരവധി പ്രഖ്യാപനങ്ങൾ വന്നിരുന്നു. വെടിനിർത്തൽ ചർച്ചകളിലടക്കം നടന്നിരുന്നു. പക്ഷെ ഇതൊന്നും ഫലപ്രദമായില്ല. അക്കാര്യം കൂടി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇക്കാര്യങ്ങളൊക്കെ നിലവിൽ വന്നാൽ മാത്രമേ ഒരു ആശ്വാസം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഒപ്പം കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം ശക്തമാക്കിയത്. ഇതേ തുടർന്ന് ശനിയാഴ്ച ഖത്തറിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് യുദ്ധം താൽക്കാലിക ഒരു വെടിനിർത്തലിന് ഇസ്രായേലിന് സമ്മതമാണ്. ബന്ദിമോചനം അടക്കം നിലവിൽ വരണം. അതായത് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലുകാരെ വിട്ടയക്കണം. അങ്ങനെയെങ്കിൽ താൽക്കാലിക വെടിനിർത്തലിന് ഇസ്രായേലിന് സമ്മതമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അക്കാര്യത്തിന് ഹമാസ് തയ്യാറല്ല. ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി, യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണം, ഇസ്രായേൽ വിന്യസിച്ചിട്ടുള്ള സൈന്യത്തെ, ഗാസയിൽ ഇസ്രായേൽ വിന്യസിച്ചിട്ടുള്ള സൈന്യത്തെ മുഴുവൻ പിൻവലിക്കണം, യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്നതാണ് ഗാസയുടെ അല്ലെങ്കിൽ ഹമാസിന്റെ ഒരു ആവശ്യം. ഇത് ഇസ്രായേലും അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അറിയുന്നത്. നേരത്തെയും വെടിനിർത്തൽ ചർച്ചകളുടെ പല ഘട്ടങ്ങളിലും ഇത് തന്നെയായിരുന്നു ഇരു രാജ്യങ്ങളുടെയും ആവശ്യം. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഇതുവരെ 500ഓളം പേർ കൊല്ലപ്പെട്ടു എന്നതാണ്, ഗാസയിൽ കൊല്ലപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ തന്നെ കുട്ടികളടക്കം നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ. ഒപ്പം ഈ ചർച്ചകൾ അത് നടക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല, അതൊരു ആശ്വാസത്തിലേക്ക് എത്തിയിട്ടുമില്ല. ഈ വെടിനിർത്തൽ ചർച്ചകളിൽ പ്രധാനമായും ഈ പറയുന്നത് ഇക്കാര്യങ്ങൾക്ക് പുറമെ മറ്റ് കാര്യങ്ങൾ കൂടി, അതായത് ഗാസയിലേക്കുള്ള സഹായങ്ങൾ, ബന്ദിമോചനം, ഇസ്രായേലിന്റെ 58 ബന്ദികൾ ഹമാസിന്റെ കയ്യിൽ ഉണ്ട് എന്നാണ് ഇസ്രായേലിന്റെ വാദം. അതിൽ തന്നെ 23 പേർ ജീവനോടെയുണ്ട്. ഇവരുടെ വിശദമായ വിവരങ്ങൾ, ഒപ്പം ജീവനോടെ ഉണ്ട് എന്നതിന്റെ തെളിവുകൾ അടക്കം പുറത്തുവിടണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാസയിലേക്ക് 400 സഹായ ട്രക്കുകൾ ദിവസേന എത്തിക്കണമെന്നാണ് ഗാസയുടെ ആവശ്യം. ഇതൊക്കെ പരിഗണനയിലുണ്ട്, ഇതൊക്കെ ചർച്ച ചെയ്യുന്നു എന്ന് കൂടി അറിയുന്നു. ആര്യ.